ആരാധനാക്രമമനുസരിച്ച് ഈ കാലഘട്ടത്തെ നൊയിമ്പ് കാലമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സുഭാഷിതങ്ങളിൽ പറയുന്നത് പോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്, കാലമുണ്ട്. നൊയിമ്പ് കാലം യേശുവിൻ്റെ പീഠാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട 3 ചിന്തകൾ കടന്നു വരുന്നത് നൊയിമ്പ് കാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും കാലഘട്ടമായിട്ടാണ് സഭ വിശേഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇത് നാം തിരിച്ചറിയുന്നത് പരസ്യ ജീവിതത്തിൻ്റെ 3 വർഷങ്ങളിലൂടെയാണ്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉതിരുന്നൊരു ചോദ്യമുണ്ട്. യേശുവിൻ്റെ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ സുവിശേഷകർ വിശേഷിപ്പിക്കുന്നത് ഒത്തിരിയേറെ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ തുടർന്നുള്ള 18 വർഷക്കാലം 30 വയസ്സുവരെ യേശുവിൻ്റെ അജ്ഞാത ജീവിതമാണ് എന്ന ചിന്തയും സങ്കല്പമാണ് സഭയിലും പൊതുസമൂഹത്തിലുമുള്ളത്. ഈ കാലഘട്ടത്തിൽ യേശു എന്തു ചെയ്തിരുന്നു എന്നതുകൂടെ നമുക്ക് ചിന്താവിഷയമാക്കാം. അതേപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളപ്പോഴും യേശു ഒരു മരപ്പണിക്കാരൻ്റെ മകനായതുകൊണ്ട് യൗസേപ്പ് പിതാവിനെ സഹായിച്ചു കഴിഞ്ഞു എന്ന് പൊതുവെ ചിന്തിക്കാറുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു 12-ാം വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ മാതാപിതാക്കൾ തിരുനാൾ കഴിഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ തിരികെ പോയി വിളിക്കുന്നൊരു രംഗമുണ്ട്. യേശു വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗമായിട്ടാണ് അതിനെ ചിത്രീകരിക്കാറുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യം, പഴയ നിയമത്തിലെ സംഭവ പരമ്പരകൾ യേശുവിൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ടാവണം. ശൈശവ കാലഘട്ടങ്ങളിൽ ജീവിത സാഹചര്യങ്ങൾ മറിയത്തിൽ നിന്നും യൗസേപ്പിൽ നിന്നും യേശു മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഈ അജ്ഞാതവാസം എന്ന് വിശേഷിപ്പിക്കുന്ന 18 വർഷം എൻ്റെ മനസ്സിൽ 3 ചിന്തകളാണ് കടന്നു വരുന്നത്. പഴയ നിയമഭാഗം മനസ്സിലാക്കുന്നതും പ്രവാചകന്മാരുടെ സ്വരം യേശുവിൽ ചെലുത്തുന്ന സ്വാധീനവും, അത് കഴിഞ്ഞ് തൻ്റെ പൊതുസമൂഹത്തെ മനസ്സിലാക്കാൻ യേശു നടത്തുന്ന അന്വേഷണവും ഒരു യുവാവെന്ന നിലയിൽ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ടാവണം. ഞാൻ വീണ്ടും മനസ്സിലാക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് സുവിശേഷത്തിൽ പറയുന്ന പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ യേശുവിന് തീർച്ചയായും നേരത്തെ പരിചയമുണ്ടായിരുന്നിരിക്കണം. വിളിച്ച ഉടനെ അവർ പോയി എന്നത് ശരിയായിരിക്കാം, പക്ഷേ അവരെ മനസ്സിലാക്കിയിട്ടാവണം യേശു അവരെ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമൂഹത്തിൻ്റെ ചെയ്തികൾ യേശു നേരിൽ കണ്ടതാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന രംഗം യേശു കണ്ടു മാറിയതാണ്. എല്ലാവർക്കും ഒരേ കൂലി കൊടുക്കുന്ന തോട്ടക്കാരൻ്റെ പശ്ചാത്തലവും ഇതുമായി നമുക്ക് കൂട്ടി വായിക്കാം. സമറിയാക്കാരൻ്റെ കഥ ആരോ പറഞ്ഞു കൊടുത്തതാവാം, അതുമല്ലെങ്കിൽ യേശു നേരിട്ടറിഞ്ഞതാവാം. ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ഒന്നുകൂടി തികഞ്ഞ ഒരുക്കത്തോടു കൂടിയാണ് യേശു തൻ്റെ ജീവിതം രൂപകൽപ്പന ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നൊയിമ്പ് കാലത്തെ തിരിച്ചറിയാൻ നമുക്ക് ശ്രമിക്കാം. യേശുവിന് എതിർക്കുന്ന വലിയൊരു ഭാഗം പ്രബലമായ ഒരു സമൂഹവും ഒന്നുണ്ടായിരുന്നു. ഫരീസ്യരും നിയമജ്ഞരും പുരോഹിതരും പ്രമാണിമാരുമെല്ലാം അതിനകത്തുണ്ട്. ഒരു പരിധിവരെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരികളും പിൻബലം നൽകിയതിൻ്റെ പേരിലാണ് യേശുവിന് പീഡനവും മരണവും ഉത്ഥാനവും ഉണ്ടായത്. ഈ ഒരു ചിന്തയാവണം നൊയിമ്പ് കാലത്ത് നമ്മെ നയിക്കേണ്ടത്. ആകസ്മികമായി സംഭവിച്ചൊരു മരണമല്ല, അപകടമരണവുമല്ല. ബോധപൂർവം ഈ ലോകത്തെ തൻ്റെ സുതനെ നൽകാൻ തക്ക വിധം യേശു സ്നേഹിച്ചു എന്ന ആ ചിന്ത തന്നെയാണ് ഈ നൊയിമ്പുകാലം മുഴുവൻ നാം മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്.
ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ജീവൻ കൊടുത്ത് ആവിഷ്കരിച്ച ആ പുണ്യചിന്തയാണ് ഈ നൊയമ്പ് കാലം നമ്മെ ധന്യമാക്കേണ്ടത്.